2026 കവാടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അത്തരം നിൽപ്പൊക്കെ ബൈബിളിൽ അത് ഹോളി മൊമെന്റ്സ് ആണ്. ഒരു ഇടത്ത് നിന്ന് അടുത്ത ഇടത്തേക്കുള്ള ഈ കടന്നു പോകലിൻ്റെ കവാടം. പുറകോട്ട് നോക്കിയിട്ട് പറയാം, നന്ദി കർത്താവേ. 2025 കിട്ടിയ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു അനുഗ്രഹം കർത്താവ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. നിശബ്ദതയുടെ ആഴങ്ങളിൽ ചങ്കുലഞ്ഞിരുന്ന നേരങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഉത്തരം നൽകിയ നേരങ്ങൾ 2025 ഉണ്ടായിട്ടുണ്ട്. ചില വിയോഗങ്ങൾ നമ്മളെ ഉലച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട ഒരാളുടെ മരണം നടന്നത് 2025 വിവാഹമോചനത്തെയാണ് കർത്താവ് എതിർക്കുന്നത്. നിങ്ങളോട് കർത്താവിന് കരുണയാണ്, നിങ്ങളോട് കർത്താവിന് സ്നേഹമാണ്. വളരെ ക്ലാസിക്കൽ അല്ലേ? എനിക്ക് വളരെ പ്രിയപ്പെട്ട വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പോട്ടെന്നേ, കടന്നു പോട്ടെ, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. നമുക്ക് പറ്റിപ്പോയ ഫെയിലിയേഴ്സ്, നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഫെയിലിയേഴ്സിനെ ഒഴിവാക്കിയല്ല ജ്ഞാനം, മറിച്ച് ആ ഫെയിലിയേഴ്സിൽ, ആ തോൽവി അനുഭവങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്നതാണ് ലേണിംഗ്. ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ എൻറ്ററിങ് ഇൻ ടു ആൻ അൺനോൺ ടെറിട്ടറി. 2026 അജ്ഞാത ഭൂമിയല്ല, ദൈവം മുമ്പേ നടന്ന മണ്ണാണ് 2026. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ 2026 പുത്തനാണ്ടിൻ്റെ ആശംസകൾ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നേരുന്നു. 2025 ഒരു വർഷം കടന്നു പോവുകയാണ്. പുത്തനാണ്ടിലേക്ക് പ്രത്യാശയോടെ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസം നമുക്കൊരുമിച്ച് ഒരല്പനേരം കർത്താവിൻ്റെ വചനം ഈ പശ്ചാത്തലത്തിൽ, ഒരു വർഷം കടന്നു പോകുന്നതിൻ്റെ, ഒരു പുതിയ ആണ്ടിൻ്റെ കവാടത്തിൽ നമ്മൾ നിൽക്കുന്ന നേരത്ത് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും ഒരല്പം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളേവരെയും ഈ ചെറിയ ശുശ്രൂഷയിലേക്ക്, ഈ ചെറിയ ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കേൾക്കണമെന്ന്, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെ പുത്തനാണ്ടിലേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് പങ്കുവെച്ച് കൊടുക്കണമെന്ന് കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ സഹയാത്രികർക്കും പുതിയ വർഷത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. 2025 ഞാൻ സൂചിപ്പിച്ചതുപോലെ കടന്നു പോവുകയാണ്. 2026 കവാടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഇത് ബൈബിളിൽ പല തവണ നമ്മൾ കാണുന്നതാണ്. ഇത്തരമൊരു ത്രഷോൾഡ്, ഇത്തരമൊരു കവാടത്തിൽ നമ്മൾ നിൽക്കുന്ന കാഴ്ച. അത്തരം നിൽപ്പൊക്കെ ബൈബിളിൽ അത് ഹോളി മൊമെന്റ്സ് ആണ്. അത് കർത്താവിൻ്റെ പ്രത്യേക കരുതലിൻ്റെ നേരമാണ്. ഒരു ഇടത്ത് നിന്ന് അടുത്ത ഇടത്തേക്കുള്ള ഈ കടന്നു പോകലിൻ്റെ കവാടം. ഏതൊക്കെ കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക്? ഒന്ന്, ചെങ്കടൽ, റെഡ് സീ. ഈജിപ്തിൽ നിന്ന് വാഗ്ദാന ദേശത്തേക്കുള്ള കടന്നു പോകൽ. ഒന്ന് പിറകിലുണ്ട്, മറ്റൊന്നിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. ജോഷുവ ജോർദാനിൽ നിന്ന നിപ്പ് ഇതുപോലെ തന്നെയാണ്. പിറകിലൊന്ന്, മുമ്പോട്ട് യാത്ര ചെയ്യുന്നു. മറിയം സ്വർഗത്തിൻ്റെ നിയോഗം പറഞ്ഞപ്പോൾ അവളുടെ ദൈവവിളിയുടെ മുമ്പിൽ നിന്നത് ഇതിന് സമാനമായ ഒരു നിൽപ്പാണ്. ശിഷ്യഗണം പെന്തക്കുസ്തായിൽ ഒരു ത്രഷോൾഡായിരുന്നു, അത് ഒരു കവാടമായിരുന്നു. പുറകിൽ പഴയ മനുഷ്യർ, അവർ പെന്തക്കുസ്തായ്ക്ക് ശേഷം പുതിയ ഒന്നിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, ഇതൊരു ദൈവീക ഇടപെടലിൻ്റെ, കരുതലിൻ്റെ നേരമാണ്. നമ്മൾ കേവലം കലണ്ടർ മാറ്റുകയല്ല. നമുക്ക് പുതിയ വർഷമെന്ന് വെച്ചാൽ കലണ്ടർ മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്ത് വി എൻറ്റർ ടൈം വിത്ത് ഗോഡ്. കർത്താവിനോടൊപ്പം, ദൈവത്തോടൊപ്പം നമ്മൾ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ കൺഫെഷൻസിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഈസ് നോട്ട് ഇൻ ടൈം, റാദർ ടൈം ഈസ് ഇൻ ഗോഡ്. ദൈവം സമയത്തിലല്ല, മറിച്ച് സമയം ദൈവത്തിലാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രവേശിക്കുകയാണ്, കർത്താവിനോട് ചേർന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്ന കാറ്റഗറീസ് ഉണ്ട്. ലെറ്റ്സ് ലുക്ക് ബാക്ക് ടു 2025. 2025 നമുക്ക് തിരികെ നോക്കാം. 2026 നമുക്ക് മുന്നോട്ട് നോക്കാം.
എന്നൊക്കെ പറയും. അത് നമ്മുടെ കാറ്റഗറീസാണ്, നമുക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റൂ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഓർക്കണം, നമ്മൾ പുറകോട്ട് നോക്കുന്നു മുന്നോട്ട് നോക്കുന്നു എന്നതിനേക്കാൾ ഉപരി 2025-നെയും 2026-നെയും ഒക്കെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിച്ച് നോക്കിക്കേ. അവൻ സമയത്തിൻ്റെയും നാഥനാണ്. നമ്മുടെ ദൈവം സമയത്തിൻ്റെയും നാഥനാണ്. അപ്പോൾ 25-ഉം 26-ഉം ഇനി വരാനിരിക്കുന്ന 27-ഉം ഒക്കെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നിൽക്കാം. അതിന് നമുക്ക് ശ്രമിക്കാം. ഹെബ്രായ ലേഖനം എടുത്തേ. ബൈബിളുള്ളവർ, ബൈബിളുമായിട്ട് ഇരുന്ന് കേൾക്കുന്നവരെടുത്തു. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം. നമുക്കൊക്കെ അറിയാവുന്ന വാക്യം, എന്നാൽ ഇന്നൊന്നുകൂടെ ഈ ദിവസം പുത്തനാണ്ടിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 9-ാം വാക്യം. ഈശോ മിശിഹ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഈശോ മിശിഹ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അവൻ സമയത്തിൻ്റെയും നാഥനാണ്. ഇന്ന് നമ്മൾ ഈ ചെറിയ റിഫ്ലക്ഷൻ, ഈ ചെറു ധ്യാനം എന്ന് പറയാം, ഒരു ഓൺലൈൻ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ചാരത്തേക്ക് എത്തുന്ന ഈ ചെറിയ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് 2025-നെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ, നമ്മൾ എടുക്കേണ്ട 3 നിലപാട്, 3 മനോഭാവം 2025-നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മുന്നോട്ട് 2026-ലേക്ക് കർത്താവിൻ്റെ കരം പിടിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 2 ധാരണകൾ, 2 വ്യക്തതകൾ, ഇത്രയേ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. ഇതാദ്യമേ പറയുന്നത്, ഇതാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്ന യാത്രയെന്ന് അറിഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം ഈ യാത്ര ചെയ്യാനായിട്ടാണ്. ഒന്നാമത്, 2025-നെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഉടനെ വരേണ്ടത് എന്താ? നിശ്ചയമായി നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വാക്ക് വന്നിട്ടുണ്ട്. എന്താ അത്? ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞതയോടെ നമുക്ക് ഡിസംബർ 31-ൻ്റെ ഈ സായാഹ്നത്തിൽ, 2025-ൻ്റെ ഡിസംബർ 31-ൻ്റെ ഈ സായാഹ്നത്തിൽ നിൽക്കാം. 2026-ൻ്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ പുറകോട്ട് നോക്കിയിട്ട് പറയാം, നന്ദി കർത്താവേ, കൃതജ്ഞത. വി താങ്ക് യു ലോർഡ്. ലെറ്റ്സ് ഹാവ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയാം. സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തനം 103:2. 103-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. 2025-ൻ്റെ അവസാന നിമിഷത്തിൽ ഉള്ള വാക്യം ഇതാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. അപ്പോൾ നന്ദിയോടെ ദൈവത്തെ ഓർക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നന്ദി പറയേണ്ടത് സെലക്റ്റീവായിട്ടല്ല. ഇതിന് നന്ദി കർത്താവേ, അതിന് നന്ദിയില്ല, അത് വല്ലാത്തൊരു ചൈത്തായിപ്പോയി, അതിന് നന്ദിയില്ല, ഇതിന് നന്ദി ഇല്ല, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി. ഇസ്രായേല് നന്ദി പറഞ്ഞത് കാനാൻ ദേശത്തെക്കുറിച്ച് മാത്രമല്ല, അവിടെ കടന്നുപോയ മരുഭൂമി അനുഭവത്തെക്കുറിച്ച് കൂടിയാണ്. പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടും നന്ദി പറയുന്നത് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ കാണുന്നുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും, ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച്, ചിരിച്ച നേരങ്ങളെക്കുറിച്ച്, കണ്ണീര് പെയ്ത നേരങ്ങളെക്കുറിച്ച്, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളെക്കുറിച്ച്, തകർന്ന് തരിപ്പണമായ നൊമ്പരപ്പെട്ട നേരങ്ങളെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും കർത്താവിന് നന്ദി പറയാം. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണേ, ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് നമുക്കിതൊരു ധ്യാനപൂർവ്വം, നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് പോസ് ചെയ്യണമെന്ന് വിചാരിച്ചേ മതി. ഇപ്പോൾ അല്പം നേരം പ്രാർത്ഥിക്കണം, അവിടെ പോസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഇതൊരു കേവല പ്രഭാഷണമല്ലത്, നമുക്കൊരു ധ്യാനമായിട്ട് തന്നെ ഇതിനെ കരുതണം. 2025 കിട്ടിയ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു അനുഗ്രഹം കർത്താവ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അത്തരം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞേ. അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയതുണ്ട്, പക്ഷെ അതിന് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നില്ല. അപ്പം നമുക്കറിയാം ഇറ്റ് ഇസ് ഓൺ ദ വേ, വരുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടി, സന്തോഷം. അതിനേക്കാൾ അൺഎക്സ്പെക്റ്റഡ്, വിചാരിച്ചില്ല അങ്ങനൊരു അനുഗ്രഹം കർത്താവ് തന്നു. അടുത്തത്, നമ്മൾ കടന്നുപോയ സൈലൻറ്റ് സ്ട്രഗിൾസ്, നിശബ്ദതയുടെ ആഴങ്ങളിൽ ചങ്കുലഞ്ഞിരുന്ന നേരങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെ ഒന്നോർത്ത് പ്രാർത്ഥിക്കണം. പ്രയേഴ്സ് ആൻസേർഡ് ഡിഫറൻ്റ്ലി. നമ്മൾ ചോദിച്ചതൊന്ന്, കിട്ടിയത് വേറൊന്ന്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഉത്തരം നൽകിയ നേരങ്ങൾ 2025 ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർക്കണം. 2025-നെ ഒരല്പനേരം ഒന്ന് സ്വസ്ഥതയോടെ ഇരുന്ന്
പ്രാർത്ഥനയുടെ വിഷയമാക്കിക്കേ. പിറവി, നമ്മൾ കണ്ട ജനനങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു, അനുഗ്രഹമായിരുന്നു. സങ്കടമുണ്ട്, അതിന് ചേരുന്ന സങ്കടം ഏതാണ്? മരണം. ചില വിയോഗങ്ങൾ നമ്മളെ ഉലച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട ഒരാളുടെ മരണം നടന്നത് 2025 ഒരു ജയം, പരീക്ഷയിൽ കുട്ടികൾ, യുവജനങ്ങൾ അല്ലെങ്കിൽ ജോലി തേടുന്നവർ ഒരു ജയം അനുഭവിച്ചു. ഇപ്പുറത്തൊരു പരാജയം. ഒരു പുതിയ ജോലി കിട്ടി, സന്തോഷം. പക്ഷേ ഇപ്പുറത്ത് ലേ ഓഫിലൂടെ കടന്നു പോയവർ. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടായി, പക്ഷേ ഇപ്പുറത്ത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ബിസിനസ് തകർന്നു പോയവർ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, ജീവിത പങ്കാളി, ഇപ്പുറത്ത് ജീവിത പങ്കാളി മരണപ്പെട്ടു പോയവർ. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നവർ. സെപ്പറേറ്റ് ചെയ്ത് വന്നവരെ വലിയ മുറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങളോട് കർത്താവ് വലിയ കരുണ കാണിക്കുന്നുണ്ട്. വിവാഹമോചനത്തെയാണ് കർത്താവ് എതിർക്കുന്നത്. നിങ്ങളോട് കർത്താവിന് കരുണയാണ്, നിങ്ങളോട് കർത്താവിന് സ്നേഹമാണ്. കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മനസ്സിലുണ്ടാകേണ്ട വാക്യം ഏതാണെന്നറിയാമോ? റോമ 8:28. റോമ 8:28 വളരെ ക്ലാസിക്കലല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ട വാക്യമാണ്. റോമ 8:28. 2025 അവസാന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എല്ലാം അവൻ നന്മയ്ക്കായി മാറ്റും. നമുക്ക് വിശ്വസിക്കാം. സ്വീകരിച്ച കൃപകളെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ അല്പനേരം പോസ് ചെയ്തു, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചു, എന്നിട്ടൊന്നിരിക്കുക, ശാന്തതയോടെ സമാധാനത്തോടെ ഇരിക്കുക. സ്വീകരിച്ച കൃപകളെ ഓർക്കണേ. ഒപ്പം ചില കുരിശെടുത്തു നമ്മൾ. 2025 കടന്നുപോയ കുരിശ് അനുഭവങ്ങൾ, പീഠാനുഭവത്തിൻ്റെ നേരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കുരിശും അത്തരം പീഠാനുഭവങ്ങളുമൊക്കെ ഓർത്ത് നന്ദി പറയണം. അത്തരം മെത്തേഡിനെ കുറിച്ച് സെൻറ്റ് ഇഗ്നേഷ്യസ് ലയോള പറയുന്ന ഒരു വാക്കുണ്ട്. ഇങ്ങനെയാണ്: ഫൈൻഡിങ് ഗോഡ് ഇൻ ഓൾ തിങ്സ്. ഫൈൻഡിങ് ഗോഡ് ഇൻ ഓൾ തിങ്സ്. കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ കണ്ടെത്തുന്ന രീതിയാണത്. നിശബ്ദതയോടെ, ശാന്തതയോടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്, കടന്നുപോയ സങ്കടത്തെ, കണ്ണീരൊഴുക്കിയ നേരങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വാക്ക് 2025 ബന്ധപ്പെട്ടത് ഫോർഗീവ്നെസ്. 12 മാസം ജീവിച്ചു തീർത്തില്ലേ? ക്ഷമിക്കാനില്ലേ നമുക്ക്? ഫോർഗീവ്നെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പോട്ടെന്നേ, കടന്നു പോട്ടെ, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് യെശയ്യാ 43:18. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം വാക്യം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പോട്ടത്, മുറിവുണ്ട്, മുറിവേൽപ്പിച്ചു, പോട്ടെ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പിറകിലേറ്റ മുറിവുകളില്ലേ? 2025 മുറിവുകൾ, മുറിവേൽപ്പിച്ചവർ, ഞെരുക്കിയവർ, കർത്താവ് പറയുന്നു പോട്ടെ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അങ്ങനെ കഴിഞ്ഞതിനെ അവിടെ വിട്ടിട്ട്, ആ മുറിവ് അനുഭവങ്ങളെ അവിടെ വിട്ടിട്ട് നീ ഒരു ചുവടെടുത്ത് 2026 വെക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഒരുക്കുന്ന ദൈവമേ, ഞങ്ങൾക്കായി നീ മുമ്പേ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ വർഷത്തിലേക്ക് പ്രവേശിക്കണം. ക്ഷമിക്കാം നമുക്ക്. ഫോർഗീവ്നെസ്. ആരോടൊക്കെ ക്ഷമിക്കണം? ഒന്ന്, നമ്മളെ മുറിവേൽപ്പിച്ചവരുണ്ട്, നമ്മളെ ഹേർട്ട് ചെയ്തവർ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമ്മളെ സങ്കടപ്പെടുത്തിയവർ, ക്ഷമിക്കാം, പോട്ടെ. 2, നമ്മളോട് തന്നെ നമ്മൾ കാണിച്ചു വെച്ച അമളികളുണ്ട്, നമുക്ക് പറ്റിപ്പോയ ഫെയിലിയേഴ്സ്, നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അതുകൊണ്ട് ക്ഷമ 2 വശത്തേക്കും പോട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കണം. നമ്മളെടുത്ത പൊട്ട തീരുമാനങ്ങളോട്, നമ്മൾ കാണിച്ചു വെച്ച മണ്ടത്തരങ്ങളോട്, നമ്മൾ കടന്നുപോയ തോൽവി അനുഭവങ്ങളോട് നമുക്കൊന്ന് ക്ഷമിക്കാൻ 2025 തന്നെ ക്ഷമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റോം പറയുന്നൊരു കാര്യമുണ്ട്: നത്തിങ്
മേക്സ് അസ് സോ ലൈക്ക് ഗോഡ് ആസ് ഫോർഗിവ്നെസ്. ക്ഷമ പോലെ നമ്മെ ദൈവത്തെ പോലെ ആക്കുന്ന മറ്റൊന്നില്ല. ക്ഷമിക്കാം. അപ്പോൾ 2 വാക്കുകൾ കഴിഞ്ഞു. 2025 ബന്ധപ്പെട്ട 2 വാക്കുകൾ. ഒന്ന് ഏതായിരുന്നു? ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് സെക്കൻഡ് വൺ ഫോർഗിവ്നെസ്. ആൻഡ് തേർഡ് വേർഡ്, മൂന്നാമത്തത് ഒരെണ്ണം കൂടുണ്ട്, ലേണിംഗ്. 2025 ഓർക്കുമ്പോൾ അങ്ങനെയും കൂടെ ഓർക്കണം. ജ്ഞാനത്തിൽ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു. എല്ലാം ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെടുത്ത് അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. കർത്താവെ, ഞാൻ കടന്നുപോയ ഓരോ ദിവസവും നീ എന്നെ ജ്ഞാനം കൊണ്ട് പരിശീലിപ്പിക്കുകയായിരുന്നു. അത് സങ്കീർത്തനം 90 എടുത്തു. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം അതിങ്ങനെയാണ്: ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കടന്നുപോയ ആയുസ്സിൻ്റെ ഓരോ ദിനവും നമ്മുടെ ഹൃദയത്തെ ജ്ഞാനപൂർണമാക്കിയിട്ടുണ്ട്. തോൽവിയും കേട്ടോ, തോൽവിയും തോറ്റു തുന്നം പാടിയ നേരമില്ലേ, അതൊക്കെ ലേണിംഗ് ആയിരുന്നു, പരിശീലനമായിരുന്നു. ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനം എന്നത്, ഈ ബോധ്യം ലഭിക്കുന്നത് പരാജയങ്ങളെ ഒഴിവാക്കുമ്പോഴല്ല, ഫെയിലിയേഴ്സിനെ ഒഴിവാക്കിയല്ല ജ്ഞാനം. മറിച്ച് ആ ഫെയിലിയേഴ്സിൽ, ആ തോൽവി അനുഭവങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്നതാണ് ലേണിംഗ്. നമ്മൾ തോറ്റ നേരങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അത് നമുക്ക് പരിശീലനമായിട്ടുണ്ട്. അത് നമുക്ക് പുതിയൊരു ജ്ഞാന അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. സെയിൻറ്റ് തെരേസ ഓഫ് ആവില പറയുന്നുണ്ട്, ഇതുവൊക്കെ കർത്താവ് നന്മയാക്കി മാറ്റുമെന്ന്. ഈ തോൽവിയും അതിനെക്കുറിച്ചാണ് സെയിൻറ്റ് തെരേസ ഓഫ് ആവില പറയുന്ന ഒരു നല്ല സെൻറ്റൻസ് ആണ്. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കണേ. ഗോഡ് റൈറ്റ്സ് സ്ട്രെയിറ്റ്. God writes straight with crooked lines. God writes straight with crooked lines. വളഞ്ഞ വരകൾ കൊണ്ട് ദൈവം നേരെ എഴുതുന്നുവെന്ന്. വളഞ്ഞ വരകൾ കൊണ്ട് ദൈവം നേരെ എഴുതുന്നു. God writes straight with crooked lines. കടന്നുപോയ അനുഭവങ്ങളിൽ വളഞ്ഞ വര മാത്രമല്ലേ ശ്രദ്ധിച്ചുള്ളൂ നമ്മൾ, വളഞ്ഞ വരകൾ. പക്ഷെ ആ വളഞ്ഞ വരകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവം നേരെ എഴുതുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴുള്ള ഈ ക്യാൻവാസിൽ ഒരു നേർവര കാണും. ജീവിതത്തിൽ കർത്താവ് നയിച്ചതാണ് നമ്മളെ. അതുകൊണ്ട് ഇതെല്ലാം, കടന്നുപോയ അനുഭവങ്ങളെല്ലാം കൃപയുടെ ക്ലാസ് റൂംസ് ആയിരുന്നു എന്ന് ഓർക്കണം. ക്ലാസ് റൂംസ് ഓഫ് ഗ്രേസ്. കടന്നുപോയ എല്ലാ അനുഭവങ്ങളും കൃപയുടെ ക്ലാസ് മുറികളായിരുന്നു, പഠനമുറികളായിരുന്നുവെന്ന് വിചാരിക്കാം. 2025 അത്രയും. ഇനി 2026 ധ്യാനപൂർവ്വം നമുക്ക് വീണ്ടും പ്രവേശിക്കാം. 2026 നോക്കുമ്പോൾ മനസ്സിൽ കിടക്കേണ്ട വാക്ക് ഹോപ്പ്, പ്രത്യാശ. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പലതവണ ചിന്തിച്ച വാക്കാണ് ഹോപ്പ്, പ്രത്യാശ. ജെറമിയ പുസ്തകം, ജെറമിയ അറിയാവുന്ന വാക്യമാണ്. ജെറമിയ 29:11 എടുക്കാം ബൈബിളിൽ. ജെറമിയ, ഇന്ന് ഈ ദിവസം പറ്റുമെങ്കിൽ സമയമെടുത്ത് ബൈബിളൊക്കെ തുറന്നൊന്ന് അടയാളപ്പെടുത്തിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ജെറമിയ 29:11 എല്ലാവർക്കും അറിയാമല്ലോ. ഒരുമിച്ച് പറയാം നമുക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആ പദ്ധതിയിൽ 2026 സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കായി നീ ഒരുക്കുന്ന നല്ല പദ്ധതിയുടെ ഭാഗമാകട്ടെ 2026. ഞാൻ മുമ്പ് പല ആവർത്തി പറഞ്ഞിട്ടില്ലേ, ഹോപ്പ് ഈസ് നോട്ട് ഓപ്റ്റിമിസം. എല്ലാം ശരിയാകുമെന്നുള്ളതല്ല, കർത്താവ് മുമ്പിലുണ്ട് എന്നതാണ് ഹോപ്പ്. കർത്താവിന് വിട്ടുകൊടുക്കൊണ്ടാണ് സ്പേ സാൽവി, ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ എഴുത്തിൽ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. വൺ ഹു ഹാസ് ഹോപ്പ് ലിവ്സ് ഡിഫറൻ്റ്ലി. വൺ ഹു ഹാസ് ഹോപ്പ്, പ്രത്യാശയുള്ളവൻ വ്യത്യസ്തമായി ജീവിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു രീതി തന്നെ വേറെയായിരിക്കും. അവൻ കർത്താവിനെല്ലാം വിട്ടുകൊടുത്ത് സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിക്കും. അതുകൊണ്ട് 2026 പ്രവേശിക്കുമ്പോൾ നമ്മൾ സാധാരണ നാട്ടുവർത്തമാനം പറയില്ലേ, എന്നതാണോ 2026 എടുത്ത് വെച്ചിരിക്കുന്നത്, 2026 എന്താ നടക്കാൻ പോകുന്നത്, ഒരു ആകുലതയെ ആശങ്കയൊക്കെ ഉണ്ടാവും. 2025 എങ്ങനെയായിരുന്നു? 2026 കയറുമ്പോൾ don't think that you are entering into an unknown territory. Don't think that you are entering into an unknown territory, but it is a land already walked by God. ഒരു അൺനോൺ ടെറിട്ടറിയിലേക്ക് കയറുകയാണെന്ന് വിചാരിച്ചാൽ 2026 കയറേണ്ടത്. ആ ഭയപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ല. 2026 അജ്ഞാത ഭൂമിയല്ല, ദൈവം മുമ്പേ നടന്ന മണ്ണാണ് 2026. കാരണം നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ കണ്ടതുപോലെ, ഹെബ്രായർ 13:9,
ഈശോ മിശിഹ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അവൻ സമയത്തിൻ്റെയും നാഥനാണ്. സോ മൈൻഡ് ഇറ്റ്, 2026 is not an unknown territory but a land already walked by our God. നമ്മുടെ ദൈവം മുമ്പേ നടന്ന മണ്ണാണ് 2026. അതുകൊണ്ട് കർത്താവിനോടൊപ്പം നടക്കാം. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന് ഹോപ്പ്, രണ്ട് വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോടൊപ്പം 2026 നമുക്ക് പ്രത്യാശയോടെ പ്രവേശിക്കാം. നിങ്ങൾ ഓർത്തേക്കരുത്, 2026 ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കുകയല്ല വേണ്ടത്, കർത്താവിലേക്ക് നോക്കുക. കർത്താവ് നിന്നെ ഭാവിയിലേക്ക് നയിച്ചോളൂ. നമുക്ക് ഭാവി എന്താകുമെന്ന് അറിയാനാണ് ത്വര. ഭാവിയിൽ 2026 എന്തായിരിക്കുന്നത്, 2026 എന്തും ഇരിക്കട്ടെ, മേക്ക് ഷുവർ ദാറ്റ് കർത്താവ് കൂടെ ഉണ്ടെന്ന്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ 2026 എല്ലാം കർത്താവ് നല്ലതാക്കിക്കോളും. ഇസ്രായേൽ അങ്ങനല്ലേ? അവർ കാനാൻ ദേശമല്ലോ കണ്ടത്. അവർ കണ്ടത് എന്താ? അഗ്നിത്തൂണ് അവർ കണ്ടു. അപ്പോൾ ഇപ്പൊ കൺമുമ്പിൽ കർത്താവുണ്ട്. ഈ കർത്താവ് കാനാൻ ദേശത്തേക്ക് എത്തിച്ചോളും. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ അവർ പുൽക്കൂടും ഉണ്ണിമിശിഹായും അല്ലല്ലോ കണ്ടത്. അവർ കണ്ടത് എന്താ? നക്ഷത്രം, ദൈവ സാന്നിധ്യം. ആ നക്ഷത്രം അവരെ പുൽക്കൂട്ടിലേക്ക് എത്തിച്ചോളും. അതുകൊണ്ട് 2026 എന്തായിരിക്കുന്നവർ താകുലപ്പെടാതെ, മുമ്പിൽ കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം. എല്ലാം അവൻ നല്ലതാക്കി വരുത്തും, നന്മയാക്കി വരുത്തും എന്ന് പ്രാർത്ഥിക്കാം. ഫിലിപ്പി ലേഖനം, അത് നമുക്ക് ഈ വർഷം അത് പ്രത്യേകം സമർപ്പിച്ച് ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യമാകട്ടെ നമ്മുടെ ഈ റിഫ്ലക്ഷൻ്റെ സമാപനം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളിൽ സത്പ്രവൃത്തി ആരംഭിച്ചവൻ ഈശോ മിശിഹായുടെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കർത്താവ് ഒരു നല്ല കാര്യം നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് റൂഹാദ കുദിശ ഒരു നല്ല കാര്യം നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ നല്ലത് അവൻ നമ്മളിൽ പൂർത്തിയാക്കും. ജസ്റ്റ് കോപ്പറേറ്റ്. ദൈവതിരിഹിതത്തോട് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് 2026 നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. ശാന്തതയോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ചൊന്നിരുന്നേ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, കടന്നു പോകുന്ന വർഷത്തെ ഓർത്ത് 2025 ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും കർത്താവേ നിനക്ക് നന്ദി. എല്ലാ അനുഭവങ്ങൾക്കും ഈശോ നന്ദി. ഞങ്ങൾ ക്ഷമിക്കുന്നു കർത്താവേ. ഞങ്ങളെ വേദനിപ്പിച്ചവരോടും ഞങ്ങളോട് തന്നെയും ഞങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാം ഞങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കുകയായിരുന്നു. പുത്തനാണ്ടിലേക്ക് പ്രത്യാശയോടെ ഞങ്ങൾ പ്രവേശിക്കുന്നു. നിന്റെ കരം പിടിച്ച് ഞങ്ങൾ പ്രവേശിക്കുന്നു. 2026 ഞങ്ങൾക്ക് നീ നന്മ ഒരുക്കണേ. ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഒരുക്കണേ എന്നല്ല കർത്താവേ, മറിച്ച് ഞങ്ങളുടെ ആത്മാവിന് നന്മയാകുന്നത് നിന്റെ വലിയ പദ്ധതിയാലെ നീ ഒരുക്കി നൽകണമേ. അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.